ഓക്കെ. മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? എങ്ങനെയാലും കുഴപ്പമില്ല, ഇയാൾക്ക് അറിയുന്ന പോലെ. അതായത് ഞങ്ങൾക്ക് മനസ്സിലാവണം. ഞങ്ങൾ എംപ്ലോയീസ് അല്ലേ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് വന്ന എംപ്ലോയീസ് ആണ്. അപ്പം ഞങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരണത്തേ ഉള്ളൂ. ഓക്കെ. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അല്ല സോറി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കമ്പനിയിൽ വരുമ്പോ ഗുഡ് മോർണിംഗ് അല്ലേ പറയാ? ഓക്കെ, ഇപ്പൊ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് പറഞ്ഞതാണ്. ഓക്കെ. ഓക്കെ. My name is Inu. I am a HR. Okay. First of all, congrats. വരുമ്പോ നമ്മൾ അങ്ങനെ പറയണ്ടേ? മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചോളൂ കേട്ടോ. അല്ല കുഴപ്പമില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓക്കെ. അപ്പോ ഒരു മിനിറ്റ് ഇട്ടോ മാം. Okay. First of all, congrats പറഞ്ഞു. പിന്നെ learn more about the company and connect with other team members. Sharp time must ആയിരിക്കണം. Good communication and protect and service it would be good business management must be followed. Contact HR with any questions is or concern. You must scan your employee budget to enter building. Thank you. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഒന്നുകൂടി കറക്റ്റ് നമ്മൾ വായിക്കുന്ന പോലെ അല്ലാണ്ട് നമ്മളോട് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വേണം കേട്ടോ പറയാന്. അതെ, ഇപ്പൊ നമ്മള് മലയാളത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാ, നല്ല രീതിയിൽ എന്താ പുതിയ ആൾക്കാരാണ്, അപ്പൊ അവരെ ആദ്യം വെൽക്കം ചെയ്യണം. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് പറയണം. അതേപോലെ പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, ഞാൻ അവരൊക്കെ ഇംഗ്ലീഷിലല്ലേ പറഞ്ഞപ്പോ ഞാൻ മാത്രം കുറയ്ക്കണ്ട. അങ്ങനൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ ഒരുപോലെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അറിയുന്ന പോലെ ഉള്ളത് നല്ല രീതിക്ക് പറയാം. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പൊ വരാം. എന്താ ശേന ചോദിച്ചത്? മലയാളത്തിൽ പറഞ്ഞൊന്നുമില്ലല്ലോ, നല്ല ഉഷാറായിരിക്കണം, നല്ല മനസ്സിലായി. അതല്ല, ഞാന് എല്ലാരും ഇംഗ്ലീഷല്ലേ പറഞ്ഞു, ഞാനായിട്ട് പറയുമ്പോ. അപ്പൊ ഷഹന ഓക്കെ, ഷഹന കേറിയിട്ട് എംപ്ലോയി ആയിട്ട് ഷഹനക്ക് നല്ല രീതിക്ക് മനസ്സിലായി. അപ്പൊ ഷഹന അയ്മന്റെ കീഴിലാണ്. അടുത്ത പണി വരുന്നുണ്ട് നോക്കോ. ഷഹന അയ്മന്റെ കീഴിലാണ്. നിങ്ങൾ എങ്ങനെ കമ്പനിയൊക്കെ ആയി എല്ലാവരും ഇപ്പൊ? ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും കമ്പനി. എനിക്ക് തോന്നി അന്ന് വീഡിയോ കോള് ഗ്രൂപ്പിൽ വന്നപ്പോ എനിക്ക് സംഭവം മനസ്സിലായി, ഈ ഗ്രൂപ്പ് മാറി വന്നതാണ് എന്ന്. ആള് ഷഹനയാണ്, അവള് ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു. അതുകൊണ്ട് എന്താലേ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നിലനിന്ന് പോകണില്ല ഷഹന? അതിലൊരാള് വേണ്ടല്ലേ? നമുക്ക് എന്തൊരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും പിന്നെ ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടായി നല്ലതാണ്. അതെ, നമുക്ക് ഇനിയിപ്പോ ഒരു ജോലി കിട്ടി പോയാലും അല്ലേ, നമുക്ക് ഈ ഒരു അയ്യോ ഹലോ, കേൾക്കുന്നുണ്ടോടാ? നമുക്കിനിയിപ്പോ ഈ ഒരു ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ജോലിയൊക്കെ ആയാലും അല്ലേ നല്ലതല്ലേ? നമുക്ക് ഈ ഒരു നമ്മൾ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നല്ലതാ അല്ലേ? അത് ഓരോരുത്തരും എവിടെയൊക്കെ കിടക്കണവരാ, അടുത്തുള്ളവരൊന്നും ആരും അല്ല അല്ലേ? പിന്നെ ചില ഭാഷയൊക്കെ നല്ല രസമുണ്ട് കേൾക്കാൻ, നല്ല സംസാര രീതി നല്ല രസമുണ്ട് കേൾക്കാൻ. അതാരാ? ഹൈമന? നെജിമുന്നീസാന്റെ രസമുണ്ട്, പിന്നെ തസ്ലീമാന്റെ ഒക്കെ ഒരു വെറൈറ്റി ആണ്, നല്ല രസമുണ്ട് കേൾക്കാൻ.
ആ മറിയൊക്കെ ഏതാ ജില്ല, ഏതാ ഡിസ്ട്രിക്ട് വരുന്നത്? ഞാന് കോഴിക്കോടാ. കോഴിക്കോട്. കുറച്ചായിട്ട് എറണാകുളത്താണ്. ആ കോഴിക്കോട് പറയുമ്പോഴേ അറിയാലേ കോഴിക്കോടാണെന്ന്. അതെ. നജുമനിസിയോ? ഞാൻ കണ്ണൂര്. കണ്ണൂര്. ഐമൻ? മലപ്പുറം. ഇവിടെ അടുത്ത്, ഇവിടെ വണ്ടൂരിലോട്ടി. ഓക്കെ. ഷഹന? ഞാൻ മലപ്പുറം. മലപ്പുറം എവിടെയാ? മലപ്പുറം കാരക്കുന്ന്. കാരക്കുന്ന്. ആ കേട്ടിട്ടുണ്ട്. തസ്നിമയോ? കോഴിക്കോട്. കോഴിക്കോട്. അപ്പൊ നിങ്ങൾ തസ്നിമ പറ, മിനിങ്ങാത്ത ടാസ്ക് നമുക്ക് പറയണ്ടേ? അപ്പൊ ഷഹന ഐമന്റെ അടുത്തേക്ക് പോയിട്ടോ. ഈ ഞങ്ങള് മൂന്നാളുള്ളത്. ഐമൻ HR ആയിട്ട് ഷഹനെ വെൽക്കം ചെയ്തു. ഷഹന കേറി. ഇനി ഞങ്ങള് മൂന്നാളാണുള്ളത് തസ്നീമിന്റെ കീഴില്. ഓക്കെ. അല്ല, എഴുതി വെച്ചാൽ അങ്ങോട്ട് വായിച്ചാൽ മതിയോ? കേക്കട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എൻ്റെ പേര് തസ്നീമ. ഞാൻ ഈ നമ്മുടെ കമ്പനി ABC കമ്പനിയാണ്. അവിടെ HR ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നു. വെൽക്കം. അപ്പോൾ അതോടുകൂടെ തന്നെ നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് പുതിയ ജോയിനീസിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും ഞാൻ ഇതിലൂടെ തരും. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് നാഷണൽ ലെവലിലേക്ക് നമ്മളെ കമ്പനി എത്തിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഗോൾസും അച്ചീവ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഏത് പേഴ്സണൽ പ്രോബ്ലംസും കാര്യങ്ങളും എന്ത് പ്രശ്നങ്ങളും തുറന്ന് പറയാവുന്നതുമാണ്. ഒരു HR എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ നിങ്ങളോട് പെരുമാറുന്നത്. നിങ്ങളെല്ലാവരും ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്താൽ നമ്മുടെ ബിസിനസ്സും കമ്പനിയും മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോ താങ്ക് യു. അടിപൊളിയായി അല്ലേ? നന്നായി പറഞ്ഞല്ലേ. ഞാൻ എന്തായാലും തസ്നീമിന്റെ കൂടെ പോയേ. നന്നായി പറഞ്ഞു കേട്ടോ തസ്നീമ. അപ്പൊ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി. ഇപ്പൊക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? ഒരു ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇതുവരെ എടുത്തില്ല എവിടെയും? അല്ല, നമുക്ക് നമ്മൾ തിയറി പോർഷൻ ആവുമ്പോഴേ ഡൗട്ട്സ് കുറച്ച് കൂടും, നമുക്ക് ഇൻട്രസ്റ്റ് കുറച്ച് കുറയും. സ്വാഭാവികമാണ്. തിയറി ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സും തമ്മിലൊരു വ്യത്യാസമാണത്. അതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എവിടെയും പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. എന്തായാലും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാലേ അപ്പവേ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്ക് പോവാം അല്ലേ? നമുക്കിനി 2 ടോപ്പിക്കും കൂടി ഉള്ളൂ. നമുക്കൊന്നൊരു ടോപ്പിക് എടുക്കാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാവേ. ഓക്കെ. നമുക്കിപ്പോൾ ഇനി എടുക്കാനുള്ളത് HR സോഫ്റ്റ്വെയർ റെവല്യൂഷനൈസിങ് HR പ്രോസസ്. അതായത് നമ്മളിപ്പോൾ ഏതൊരു കമ്പനിയിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ HR ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഓക്കെ. നോട്ട്സ് ഒക്കെ എല്ലാവരും എഴുതിയെടുത്താണോ? ഓക്കെ. ഒന്ന് നോക്കാം അല്ലേ? അതായത് ഈ HR സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? AI കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ കാലഘട്ടമാണ് അല്ലേ? ഇപ്പൊ എല്ലാം നമ്മൾ ഡിജിറ്റലാണ്, എല്ലാം AI കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇനി കുറച്ചുകൂടിയും കഴിഞ്ഞ് വെറും AI മാത്രമായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ വിവിധ HR പ്രവർത്തനങ്ങളെ സ്ട്രീംലൈൻ ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും HR സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. അതായത് സ്ട്രീംലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ HR ചെയ്യുന്ന ആ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ചെടുക്കുക. അതേപോലെ
ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ രൂപകൽപ്പന ചെയ്തെടുക്കുക, അതിനൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. നമ്മൾ ഗോൾസ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ഒരു ഗോൾ എഴുതിയ ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കില്ലേ, ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ HR പ്രവർത്തനങ്ങൾ സ്ട്രീംലൈൻ ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും എന്താവശ്യമാണ്? ഒരു HR സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. അതാണ് പറയുന്നത്. നമ്മൾ ഇത്തരം ഡിജിറ്റൽ സൊല്യൂഷൻസ് HR പ്രൊഫഷൻസിന് റിക്വയർമെന്റിൽ നിന്ന് എംപ്ലോയി പെർഫോമൻസ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു, നമ്മൾ HR സോഫ്റ്റ്വെയർ എന്നൊരു സംഭവമാണ്, നമ്മൾ HR സൊല്യൂഷൻ ആണ് HR സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. ആ HR സോഫ്റ്റ്വെയർ കൊണ്ടുവന്നാൽ എന്താണ്, നമുക്ക് HR പ്രൊഫഷണൽസിനെ റിക്രൂട്ട്മെന്റ് ചെയ്യാനും അതുപോലെ എംപ്ലോയീസിന്റെ പെർഫോമൻസ്, ഒരു റിക്രൂട്ട്മെന്റ് വരെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താണ്, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടു കൂടി നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എന്താ പറഞ്ഞത്, HR സോഫ്റ്റ്വെയർ ഈസ് എ ഡിജിറ്റൽ സൊല്യൂഷൻ. HR സോഫ്റ്റ്വെയർ എന്താണ്, ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ ആണ് അല്ലേ. നമുക്കിപ്പോൾ ഈ എഴുത്ത് നമ്മൾ എഴുതി വെക്കുന്നതും ആലോചിച്ച് വെക്കാനായിട്ട് സുഖമായിട്ട് നമുക്ക് ഡിജിറ്റലായിട്ട് നമുക്കൊരു സാധനം നമ്മളെല്ലാ കാര്യങ്ങളും ഡിജിറ്റലായിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ HR സോഫ്റ്റ്വെയർസ് ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ ആണ്. അത് ഒരു സ്ഥാപനത്തിനുള്ളിലെ വിവിധ HR പ്രവർത്തനങ്ങളെ സ്ട്രീംലൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞോളെ നമ്മളിത് എന്തൊക്കെയാണ്, സ്ട്രീംലൈൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് ഈ ഒരു സൊല്യൂഷൻ ഹെൽപ്പ് ആവുന്നുണ്ട്, ഒരു ഓർഗനൈസേഷനിൽ ചെയ്യുന്നുണ്ട്. ഈ ടൂൾസ് HR പ്രൊഫഷണൽസിന് വിവിധ വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ഒരുപാട് വർക്ക്സ് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെ വർക്ക്സ് ആയിരിക്കും ഇവർ കൊണ്ടുപോകുന്നത് നമുക്ക് നോക്കാം അല്ലേ. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റത്തെ റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്ലിക്കന്റ് ട്രാക്കിംഗ്. എന്താ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരാൾ പറഞ്ഞേ. എന്താ റിക്രൂട്ട്മെന്റ്? ഒരാൾ പറയൂ. എന്താണ്? അതെ, ഇനീഷ്യൽ സ്റ്റേജിങ് ഓഫ് ഹയറിംഗ് പ്രോസസ്സിന് ഇനീഷ്യൽ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് ആണ് റിക്രൂട്ട്മെന്റ്. ഹയർ ചെയ്യുന്നില്ല അല്ലെ, അവരവിടെ അപ്ലൈ ചെയ്ത് അവർ അപ്ലിക്കേഷൻ വാങ്ങി വെച്ച് അവരൊരു പോൾ ആക്കി മാറ്റിയാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. എന്താണ് അപ്ലിക്കന്റ് ട്രാക്കിംഗ്. അതുപോലെ അപ്ലിക്കേഷൻസ് തന്നവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, എന്താടാ? സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു HR പ്രവർത്തനങ്ങൾക്ക് സ്ട്രീംലൈൻ ചെയ്ത് വെക്കുക. സ്ട്രീംലൈൻ എന്ന് പറഞ്ഞാൽ അതിനെ ക്രമീകരിച്ച് വെക്കുക, ഏത് ഫസ്റ്റ് ചെയ്യണം ഏത് സെക്കൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്രമീകരിച്ച് വെക്കുക. ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് രൂപകൽപ്പന നൽകുക. ഫസ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യാനായിട്ടൊരു പ്ലാനിങ് ഉണ്ടാവില്ലേ, പ്ലാൻ ചെയ്ത് വെക്കില്ലേ, ഇന്ന ഗോൾ ചെയ്യാൻ ഇന്ന പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണെന്നുള്ളത്. അതാണ് എന്ത് നമ്മൾ ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞത്. അതാണ് സ്ട്രീമിംഗ് ആൻഡ് ഓട്ടോമേറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പൊ റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്ലിക്കന്റ് ട്രാക്കിംഗ്, അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ പുതിയ ആളെ ജോലിക്കായിട്ട് അന്വേഷിക്കുകയാണ്. നമ്മൾ പറഞ്ഞു റിക്രൂട്ട്മെന്റ് പറഞ്ഞാൽ അവരെ അറിയിക്കുക, അവരെ അപ്ലിക്കേഷൻ കൊടുക്കുക, അവരെ പോളാക്കി തീർക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ വെച്ചാൽ ഒരു കമ്പനിയിൽ നമ്മൾ പുതുതായിട്ട് ഒരാളെ അന്വേഷിക്കുന്ന സമയത്ത് ഈ HR സോഫ്റ്റ്വെയർ വഴി അപ്പോൾ അവരുടെ അപേക്ഷകളൊക്കെ സേവ് ചെയ്ത് വെക്കും. ഇവരയക്കുന്ന ഈ അപ്ലിക്കേഷൻസ് എല്ലാം നമ്മൾ ഈ HR സോഫ്റ്റ്വെയർ വഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, എത്ര പേര് അപ്ലൈ ചെയ്തു, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നൊക്കെ ആര് കാണിച്ചു തരും, ഈ HR സോഫ്റ്റ്വെയർ
സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരും അല്ലേ. അതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്ലിക്കന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോടാ? ഇന്റർവ്യൂമൊക്കെ നമ്മൾ എത്തുന്നില്ല. നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ഇന്റർവ്യൂ സംവിധാനം വരെ എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ റിക്രൂട്ട്മെന്റ് അപ്ലിക്കന്റ് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന കാര്യമാണ്. അതായത് നമ്മൾ ഈ ജോലിക്ക് റിക്രൂട്ട് ചെയ്യും ആളെ, നമ്മൾ എന്താണ് അപ്ലിക്കേഷൻസ് ക്ഷണിക്കും അല്ലെ. നമ്മൾ ഈ അപ്ലിക്കേഷൻസ് കുറെ പേജുകളായിട്ട് ഇങ്ങനെ ഒപ്പം വെച്ച് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൽ ആരൊക്കെ ഉണ്ട്, ഒരാളെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പേര് ജോലിക്ക് അപ്ലൈ ചെയ്തു, അതുപോലെ ഈ ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് എന്താണ് ഒരു HR വളരെയധികം ഉപകാരമല്ലേ. നമുക്ക് ടൈമൊക്കെ സേവ് ചെയ്യാനൊക്കെ ഭയങ്കര ഉപകാരമാണ് അല്ലേ. അവർക്ക് ആ സമയം കൊണ്ട് അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാം. അതാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് അപ്ലിക്കന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? എന്താടാ? ഫയലാക്കി വെക്കുക. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ഫയലാക്കിയിട്ട് നമ്മളെ സോഫ്റ്റ്വെയറിൽ സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. പിന്നെ പറഞ്ഞത് പേറോൾ മാനേജ്. എന്താടാ? നമ്മൾ അപ്ലിക്കേഷൻസ് ഇപ്പൊ നമ്മൾ അപ്ലിക്കേഷൻ എങ്ങനെ ഇടുക? നമ്മളിപ്പോ ഒരു ജോലിക്ക് അപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈൻ വഴിയല്ലേ അപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പൊ പോണത്. നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലിക്കേഷനിൽ എന്താ നമ്മളെ ക്വാളിഫിക്കേഷൻ, നമ്മുടെ പേര്, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താണിത്? ഇത് അവർക്ക് ഓട്ടോമാറ്റിക് അവർ ആ സോഫ്റ്റ്വെയറിൽ സേവ് ആവും. നമ്മൾ CV അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് എന്താണ് ഇവർ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി ഇത് ചെയ്യുന്നത്. ആ സോഫ്റ്റ്വെയർ ഇതെല്ലാം സേവ് ആയി പോകും, ഓട്ടോമാറ്റിക് സേവ് ആവുന്നുണ്ട്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് ഒരാളെ തപ്പിയെടുക്കാൻ, ഒരു ക്വാളിഫിക്കേഷൻ ഒരാളെ തപ്പിയെടുക്കാൻ അവർക്ക് ഈ HR സുഖമാണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മൾ ഓരോ കമ്പനിയിൽ ഓരോ സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട്സിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെ? ടാലി, സോഹോ, SAP ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് സുഖം. അപ്പൊ ടാലിയിൽ നമ്മളിപ്പോ അന്നത്തെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഞാനിപ്പോ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ കുറച്ച് ക്യാഷ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവർ തന്നോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് ആ ഡേറ്റ് അടിച്ചു കൊടുത്താൽ, ആ ഡേറ്റും ആ വ്യക്തിയുടെ പേരും അടിച്ചു കൊടുത്താൽ നമ്മൾ ഈ വ്യക്തിക്ക് ക്യാഷ് കൊടുക്കാനുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ബുക്ക് ഇങ്ങനെ മറച്ചു നോക്കണ്ടേ. അപ്പൊ ഈ അതായത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന് ഇട്ടൊരു വ്യക്തിനെ നമുക്ക് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് അതേ പൊസിഷൻ അതൊരു ക്വാളിഫിക്കേഷനിലാണ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇവർ ഇട്ട അപ്ലിക്കേഷൻസ് ഒക്കെ ഓൾറെഡി അതിൽ സേവ് ആണ്. അപ്പൊ നമുക്ക് ആ ഒരു വ്യക്തിനെ വീണ്ടും കോൺടാക്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളിൽ കിടക്കുന്നുണ്ട്. അതാണ് റിക്രൂട്ട്മെന്റ് അപ്ലിക്കന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ കീഴിൽ. മനസ്സിലായില്ലേ? അടുത്ത് പറയട്ടെ. ഓക്കെ. അടുത്ത പേറോൾ മാനേജ്മെന്റ്. അതായത് നമ്മുടെ ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഓവർ ടൈം ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ ലീവ് കട്ടാക്കിയിട്ടുണ്ടാവും, അതേപോലെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഡ്വാൻസ് ആയിട്ട് സാലറി വാങ്ങിയിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. ഇതൊക്കെ നമ്മൾ എഴുതി വെക്കുന്നതിനേക്കാൾ സുഖം നമുക്ക് എന്താണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താണ് അവർക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് അവർക്ക് കറക്റ്റ് എമൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. കുറയും ഇല്ല കൂടും ഇല്ല അല്ലെ. നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ കറക്റ്റ് ആയിട്ട് എമൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ പേറോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ മറിയം എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഷെഹൻ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഐമൻ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തസ്നീമൊക്കെ എല്ലാവരും എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ പെട്ടെന്ന് ദിവസം തസ്നീമ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു 5000 രൂപ അഡ്വാൻസ് വേണമെന്ന്. തസ്നീമയ്ക്ക് 5000 രൂപ അഡ്വാൻസ് കൊടുത്തു. എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഫസ്റ്റ് ഡേ അവൾ വന്നതിനോട് 5000 ചോദിച്ചു. ഞാൻ 5000 തസ്നീമയ്ക്ക് കൊടുത്തു. ഷെഹൻ ഷെഹനും മറിയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. 4 ദിവസം ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഐമൻ
ഐമനാണെന്നുണ്ടെങ്കിലും അതുപോലെ ജെമിനിസ ആണെന്നുണ്ടെങ്കിലും അവരെന്താണ് 2 ദിവസം മോശം ലീവ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചാലും നമ്മൾ ചിലപ്പോൾ ആ നോട്ട് പോയില്ലേ. നേരെ മറിച്ച് ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ അപ്പയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാലറി കൊടുക്കുന്ന സമയത്തൊക്കെ എന്താണ് ഈ ഓവർ ടൈം ചെയ്ത ആൾക്ക് എക്സ്ട്രാ ക്യാഷ് കിട്ടും, ലീവ് കട്ടാക്കിയ ആൾക്ക് എന്താണ് സാലറി കുറഞ്ഞു കൊടുക്കാം, അതുപോലെ അഡ്വാൻസ് ആയിട്ട് ക്യാഷ് വാങ്ങുന്ന ആളാണെങ്കിൽ അതൊക്കെ കുറച്ച് നമുക്ക് കറക്റ്റ് എമൗണ്ട് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് പേറോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായടാ? ഓക്കെ. അടുത്തത് എംപ്ലോയി പെർഫോമൻസ് മാനേജ്മെന്റ്. അതായത് ഇപ്പൊ നമ്മളൊരു മെയിൻ ആയിട്ട് ടെലികോളർ ഒരു ഇതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടെലികോളേഴ്സിന് അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഉണ്ട് ഈ മാസം ഇത്ര രൂപ ടാർഗറ്റ്, 5 ലക്ഷം രൂപ ടാർഗറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയറിൽ അപ്പയ്ക്കപ്പം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റി ഈ മന്ത് എൻഡ് ആവുമ്പോൾ അവർ എത്ര ടാർഗറ്റ് എത്തി, അതായത് ഈ 5 ലക്ഷത്തിലേക്ക് എത്തിയോ അതോ 5 ലക്ഷത്തിൽ കൂടുതൽ പോയോ, അവർക്ക് ഇൻസെന്റീവ് കൊടുക്കണോ എന്നുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നേരെ വെച്ച് റെസിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് എടുത്ത് നമ്മൾ കാൽക്കുലേറ്ററിൽ കാൽക്ക് ചെയ്ത് കൂട്ടി വരുന്നതൊക്കെ നല്ലത് നമുക്ക് എന്താണ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇയാൾ 5 ലക്ഷത്തിന് മുകളിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ നമുക്ക് ഇൻസെന്റീവ് കൊടുക്കാന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ. അതാണ് എംപ്ലോയി പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഹലോ. Then next, training and development tracking. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു കമ്പ്യൂട്ടർ സ്കില്ല് ട്രെയിനിങ് നമ്മളെ ഓഫീസിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം അവരെന്ത് ചെയ്യും, നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെ സ്കില്ല് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇത് സ്കില്ല് കൊടുക്കാനായിട്ട് ഒരു ആള് നമുക്ക് സാറ് നമുക്കുണ്ടാവും. ഈ സാറ് നമുക്ക് ഈ സ്കില്ല് നമുക്ക് ഈ ഒരു ട്രെയിനിങ് തരുന്ന ടൈമിൽ ആരൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു, ആരൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ആർക്ക് മനസ്സിലാവും, HR മനസ്സിലാവും. അപ്പൊ പിന്നെ HR മനസ്സിലാവും ഇനി ആർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം, ഇനി ആരൊക്കെ പെൻഡിങ് ഉണ്ട് എന്നുള്ളത് ആർക്ക് മനസ്സിലാവും, HR മനസ്സിലാവുകയും ആ ട്രെയിനിങ് കിട്ടാത്തവർക്ക് വീണ്ടും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ട്രാക്കിംഗ്. ഓക്കെ. ദെൻ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്ത്യയിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം ചില വേക്കൻസിയിൽ അവർ മെഡിക്കൽ ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ബോണസ് ഉണ്ടാവും, എന്തെങ്കിലും അലവൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ചില കമ്പനികളുണ്ട്. ഇതൊക്കെ ബെനിഫിറ്റ്സ് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ മെഡിക്കൽ ഇൻഷുറൻസ്, ബോണസ്, ലീവ് ട്രാവൽ അലവൻസ് ഇങ്ങനത്തെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഏതെന്ന് മനസ്സിലാവും, ഈ സോഫ്റ്റ്വെയറിന് മനസ്സിലാവും. ഇതെല്ലാം നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിടും. അപ്പോൾ ആർക്കൊക്കെ അലവൻസ് കൊടുത്തു, ആർക്കൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് കൊടുത്തു, ആർക്കൊക്കെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻസ് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും, ഈ ഒരു സോഫ്റ്റ്വെയർ നോക്കിയാൽ മനസ്സിലാവും. അതാണ് ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ. അതിപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പെട്രോൾ, ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, നമുക്ക് ഓഫീസിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ പുറത്ത് പോയി പെട്രോൾ അടിച്ചു അല്ലേ. ഈ പെട്രോൾ അടിക്കുന്ന സമയത്ത് എന്താ നമ്മളൊക്കെ കയ്യിലാണ് ക്യാഷ് പോയത്, അത് നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓഫീസിൽ വിളിച്ച് പറഞ്ഞ് ഓഫീസിൽ വിവരം അറിയിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ സോഫ്റ്റ്വെയർ അത് അപ്ഡേറ്റ് ചെയ്തിടും. അപ്പോൾ നമുക്ക് മന്ത്ലി നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് എന്താവും, അവരൊരു ക്യാഷും കൂടി എക്സ്ട്രാ നമുക്ക് എടുത്തു തരും അല്ലേ. അതേപോലെ ഈ ചില കമ്പനികൾ ഓണത്തിനോ ചിലത് ക്രിസ്മസ് സമയങ്ങളൊക്കെ ബോണസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതൊക്കെ എന്താണ് അവരവിടെ ആഡ് ചെയ്ത് വെക്കിട്ട് ആർക്കൊക്കെ ബോണസ് കൊടുത്തു, എത്ര എമൗണ്ട് ആണ് ബോണസ് കൊടുത്ത്, എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. അതാണ് ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ടൈം ആൻഡ് അറ്റൻഡൻസ് ട്രാക്കിംഗ്. അതായത് ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്നു നമ്മള് ഓഫീസുകളിൽ മറ്റേ രജിസ്റ്ററിൽ നമ്മളെ മാനേജർ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ HR അടുത്ത് വന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിടുന്ന പരിപാടി. ഇപ്പൊ ഒപ്പൊന്നല്ല, ഇപ്പൊ ഫിംഗർ പ്രിന്റ് ആണ്. അതായത് നമ്മുടെ എല്ലാ ഓഫീസിലും പഞ്ചിങ് മെഷീൻ ഉണ്ട്. ഇപ്പൊ എന്താണ് അതിൽ ചെക്ക് ഇൻ ടൈമും ഉണ്ടാവും, ചെക്ക് ഔട്ട് ടൈമും ഉണ്ടാവും. അതായത് നമ്മളിവിടെ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ഇൻ ടൈം അതിപ്പോ ഏകദേശം ഒരു കമ്പനിയുടെ ഏകദേശം ചെക്ക് ഇൻ ടൈം എന്തെങ്കിലും 9 മണിയൊക്കെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 9 മണി ശരി 10 മണി പിടിച്ചോ, 10 മണി ആണെന്നുണ്ടെങ്കിൽ അലാറം ഫിറ്റ് ചെയ്യും.
അലാറം സെറ്റ് ചെയ്യും. ഈ 10 മണിക്ക് അലാറം അടിച്ചു കഴിഞ്ഞാൽ 10 മണിക്ക് ശേഷം ആരൊക്കെ വന്നു, ആരൊക്കെ ലേറ്റ് ആയി എന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ 5 മണി 5:30 നമുക്ക് ഇറങ്ങേണ്ട സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആരൊക്കെ നേരത്തെ പോയി, ആർക്കൊക്കെയാണ് 5:30ക്ക് ശേഷം പോയത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ നമുക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് ഇവരോട് പോയിട്ട് നിങ്ങൾ ഇന്ന് ലീവാണോ, നാളെ ലീവാണോ, അതോ നിങ്ങൾ ഈ മാസത്തിൽ ലീവ് ഉണ്ട്, എത്ര ദിവസം ലേറ്റ് ആയിട്ട് വന്നു, ഏതൊക്കെ ദിവസം ഹാഫ് ഡേ എടുത്തു, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഞ്ചിങ് മെഷീനിൽ പോയിട്ട് ഇവരെ പേര് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കോഡ് കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ പേരായിരിക്കും നമ്മൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് ആ പേരും കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താവും, ഇവർ എത്ര ദിവസം പഞ്ച് ചെയ്തു, ഇവർ പഞ്ച് ചെയ്ത ഡേറ്റ്, ടൈം, പഞ്ച് ഔട്ട് ചെയ്ത ഡേറ്റും ടൈമും എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാലറി കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇവർ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ പഞ്ചിങ് മെഷീനെ മാത്രം ആശ്രയിച്ചാൽ മതി. ഇതാണ് എന്ത് ടൈം ആൻഡ് അറ്റൻഡൻസ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് എന്ത് ഈ പഞ്ചിങ് സാധനം. പിന്നെ ഓൺ ബോർഡിങ് ആൻഡ് ഓഫ് ബോർഡിങ്, അതായത് നമ്മൾ ഒരാളെ നമ്മൾ പുതുതായിട്ട് ജോലിക്ക് ചേർക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഇമെയിൽ ID ചോദിക്കുന്നുണ്ട്, ID കാർഡ് ചോദിക്കുന്നുണ്ട്, ലോഗിൻ പാസ്വേഡ്, ഇതെല്ലാം നമ്മൾ ഇവർക്ക് ഇമെയിൽ ID കാർഡ് അതുപോലെ ലോഗിൻ പാസ്വേഡ് നമ്മൾ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയുടേതായ ഇമെയിൽ ID കാര്യമാണ്, നമ്മളെ പേഴ്സണൽ IDയിലല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവർ നമുക്ക് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് ഉണ്ടാക്കി തരും, നമുക്ക് ഈ ഇമെയിൽ IDയും ID കാർഡും അതുപോലെ നമുക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ ഈ സോഫ്റ്റ്വെയറിന് ഉണ്ടാക്കി തരും. അതേപോലെ തന്നെ നമ്മൾ ആ കമ്പനിയിൽ നിന്ന് റെസിഗ്നേഷൻ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ റെസിഗ്നേഷൻ ലെറ്റർ അതുപോലെ നമുക്ക് എന്തെങ്കിലും ലീവ് കാര്യങ്ങളൊക്കെ ലീവ് ലെറ്ററും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും, ഈ സോഫ്റ്റ്വെയറിനെ റെഡിയാക്കി തരും. അതാണ് HR സോഫ്റ്റ്വെയർ റെവല്യൂഷനൈസിങ് HR പ്രോസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? സോഫ്റ്റ്വെയർസ് നമുക്ക് HR യൂസ് ചെയ്യേണ്ട ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് നാളെ കറക്റ്റ് പറഞ്ഞുതരാം. അത് കുറച്ചിരുന്ന് പറഞ്ഞു തരുന്ന സംഭവമാണ്. അതാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് എടുത്തത്. രണ്ടും കൂടി ആയിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം നിങ്ങൾക്ക് ഡീൽ ആക്കി വെച്ചത്. നമുക്ക് ഇങ്ങനെ സോഫ്റ്റ്വെയറും കൂടി ഉള്ളു. നമുക്ക് നമ്മുടെ ക്ലാസ് നാളെയും കൂടി ഉണ്ടാവുള്ളൂ. എൻ്റെ ക്ലാസ് നാളെയും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ശ്രീജുനു മാം ആണോ അതോ രഗില മാം ആണോ കയറുന്നത് എനിക്കറിയില്ല. രഗില മാം ആയിരിക്കും ചിലപ്പോൾ, മേ ബി IT ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം നാളേക്ക് വെച്ചത്. ക്ലാഷ് ആവണ്ടെന്ന് വെച്ചിട്ട് അത് മാത്രമായിട്ട് ഇരുന്ന് പറഞ്ഞു തരാം. കാരണം നമുക്കൊരു 3-4 സോഫ്റ്റ്വെയർസിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർ, എന്താണ് അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമുക്ക്. അപ്പോൾ ഇതിനിടയിൽ പറഞ്ഞു തരുന്നില്ല വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ്സ് മനസ്സിലായില്ലേ? ഒരു സോഫ്റ്റ്വെയർ നമ്മൾ HR നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലാഭം അല്ലേ? നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് സഹായിക്കും അല്ലേ? മനസ്സിലായോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടോ? അല്ല. അപ്പൊ ഓക്കെ, നമുക്കൊരു ടാസ്കിലേക്ക് പോവാന്നാ. ഓക്കെ, ഇതിലിപ്പോ നജുമീസ വന്നു. ഓക്കെ, ഇതിവിടെ 3 HR-മാരും 3 എംപ്ലോയീസ് ആണുള്ളത്. നജുമുനീസയും മറിയോ തസ്നീമയാണ് HR. നിങ്ങൾ 3 കമ്പനിയുടെ HR ആണ്. ഓക്കെ, ഇപ്പൊ തസ്നീമിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഐമൻ. മറിയത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ. നജുമുനീസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്നതാണ് ഷഹന. അപ്പൊ ഞങ്ങൾ 3 പേരും പെട്ടെന്ന് റെസിഗ്നേഷൻ ഇടുകയാണ്, കമ്പനിയിൽ നിന്ന് റെസിഗ്നേഷൻ ഇടുകയാണ്. ഞങ്ങൾ 3 പേരും നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ കമ്പനിയിൽ. അപ്പൊ നമുക്ക് ഈ വർക്ക് ചെയ്യുന്നവരെ കമ്പനിയിൽ ആവശ്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ, HR പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു എംപ്ലോയിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് ഇറങ്ങിപ്പോകരുതെന്നല്ല, അതായത് അവർ റീസൺസ് കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങിപ്പോകാനുള്ള റീസൺ കാര്യങ്ങൾ ചോദിക്കുക. ഇനി അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുവച്ചാൽ നിങ്ങൾ ഇവിടെ നിൽക്കുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ തസ്നീമ തുടങ്ങിക്കോളൂ. തസ്നീമ, ഐമൻ പോവുകയാണ്. അപ്പോൾ തസ്നീമയാണ് HR, ഐമൻ എംപ്ലോയി ആണ്. അപ്പോൾ രണ്ടുപേരും നമ്മളൊരു കോൺവെർസേഷനാണ് നമുക്ക് പോണത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മൈക്ക് ഓഫ് ചെയ്യാം, നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തോളൂ. ഓക്കെ,
അല്ല അതായത് HR അങ്ങോട്ട് തസ്നീമ ആ എംപ്ലോയി തസ്നീം HR ആണ് ഇപ്പോ. അപ്പൊ തസ്നീം അയ്മനെ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ ഓഫീസിൽ നിന്ന് തസ്നീം അയ്മനോട് കാര്യങ്ങൾ ചോദിക്കണം. അപ്പൊ അയ്മനെ റിപ്ലൈസ് കൊടുക്കുകയാണ്. ഓക്കെ, അയ്മൻ ക്യാമറ ഓൺ ആക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് റെസിഗ്നേഷൻ ലെറ്റർ തന്നത്? എനിക്ക് ഷാർപ്പായിട്ട് 9 മണിക്ക് കയറാനും ബുദ്ധിമുട്ടാണ്. കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ജോലി കമ്പനീന്റെ റൂൾസ് ഒരു 9 മണിയാണല്ലോ. അപ്പൊ അതിപ്പോ ഒരാൾക്കായിട്ട് മാറ്റാൻ പറ്റില്ല. എങ്കിലും ഒരു അരമണിക്കൂറൊക്കെ നേരത്തെ. വീട്ടില് നമ്മള് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മള് ജോലി അതുപോലെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യല്ലേ. അപ്പൊ ഒരു അരമണിക്കൂർ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയാല് നമുക്ക് പെട്ടെന്ന് എത്തിക്കൂടും. ഇല്ല, എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് സ്കൂളിലേക്കൊക്കെ പോകാൻ 10 മണി കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഷാർപ്പായിട്ട് 9 മണിക്ക് വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവായി പോയിരുന്നത്. 10 മണി എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തന്നെ 9 മണിയാണ്. ഈ മണിക്കൂറൊക്കെ ഒരു 5-10 നമുക്ക് എങ്ങനെ തരാം. പക്ഷെ ഒരു മണിക്കൂറൊക്കെ ഒരു കമ്പനിയിൽ ഒരാൾക്ക് മാത്രമായിട്ട് എനിക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുട്ടികളുടെ ഒക്കെ ബസ്സൊക്കെ 10 മണിക്ക് ശേഷമാണ് വരിക. അപ്പം അതുകൊണ്ട് അതിന് ശേഷമുള്ള എനിക്ക് വരാൻ പറ്റുള്ളൂ ഓഫീസിൽ. അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കിയത്. അല്ല, വീട്ടില് മറ്റേ ആരും ഇല്ലേ കുട്ടികളെ അങ്ങനെ ഒറ്റക്കാണ്. അപ്പം ഞമ്മക്ക് നമ്മളെ ജോലി നമുക്ക് മുഖ്യമാണല്ലോ. ജോലി ഉണ്ടായാലേ മക്കളെ കൂടുതൽ വിദ്യാഭ്യാസം എടുത്ത് പഠിപ്പിക്കാനായാലും പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ജോലി നമുക്ക് ജോലിക്ക് അല്ല സാലറിയും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. മക്കൾക്ക് നോക്കാൻ ഒരാളെ എന്നെ ഏൽപ്പിച്ചിട്ട് നമുക്ക് ജോലിക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നതല്ലേ നല്ലത്. അല്ല, എനിക്ക് മക്കളെ നോക്കാൻ ഇവിടെ ആരുമില്ല. ഞങ്ങൾ തനിച്ചാണ് താമസിക്കുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. കുറച്ചൊക്കെ ഒരു ടൈം ചെയ്തു തരികയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. ഒരു മണിക്കൂറൊക്കെ നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് മക്കളെ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്ന ഒരു ആക്കിയാൽ മതി. ഒരു അരമണിക്കൂർ സ്കൂളിൽ നേരത്തെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, നമ്മളിവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ബസ്സിലാണ് പോവാറ് കുട്ടികൾ. തസ്നീമ കുറെ ശ്രമിച്ചു. അയ്മൻ അമ്പിന് വിലിന് എടുക്കണില്ല. അയ്മൻ ഇറങ്ങി പോവാണ്. 10 മണിയാക്ക. ഓക്കെ, അൺമ്യൂട്ടാക്കി പറഞ്ഞു. നമുക്ക് ആകെ പോയി. ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഒരു മണിക്കൂറൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് ഓഫീസാര് 1 മണിക്കൂറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക? അപ്പൊ അയ്മൻ ഇറങ്ങിക്കോളൂന്ന്. ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ല, വേറെ ആളെ നോക്കിക്കോളാന്ന്. ഞാൻ തുടർന്ന് പോകുന്നില്ല പറഞ്ഞു. അതെ, ഈ നെജുമുനിസ ഷഹന എംപ്ലോയി ആണ്. നെജുമുനിസ റീസൺ ചോദിക്കുക. ഇനി ടൈമിന് റീസൺ അല്ല, റീസൺ മാറ്റി പിടിക്കാം അല്ലേ? ഓക്കെ, ഇനി മ്യൂട്ടാക്കിക്കോളൂ. ഇനി നെജുമുനിസ ഷഹനി മാത്രം അൺമ്യൂട്ട് ആക്കിയാൽ മതി. സമയത്തിന്റെ വരുന്ന സമയം എടുത്ത് ഞാൻ പോണ സമയത്ത് നേരത്തെ ആക്കണോ? അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, മാറ്റി പിടിക്കാം അങ്ങോട്ട്. ആദ്യം ഞാൻ അങ്ങോട്ടാണോ? ആദ്യം വരാൻ നെജിമു ഇങ്ങോട്ടാണോ? നെജിമു അങ്ങോട്ട്. നെജുമുനീസ് ആണ് HR, ഷഹന എംപ്ലോയി ആണ്. ഷഹന എന്താ റെസിഗ്നേഷൻ ലെറ്റർ ഇട്ടേ? എനിക്കൊരു എന്താ ഫാമിലിയിൽ ഒരു 5 ദിവസത്തെ ഒരു പ്രോഗ്രാമും കാര്യമുണ്ട്. ഒരു വെഡിങ് വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് പോകണം. എനിക്ക് ലീവ് വേണം. ഒരു 5 ഡേ ലീവ് വേണം. ലീവിന്റെ കാര്യത്തിൽ റെസിഗ്നേഷൻ ഇട്ട് പോണ കാര്യമാണ് മറന്നു. പോണ കാര്യമാണ്.
പോണ കാര്യല്ല, ജോലി വിട്ടു പോണ കാര്യം, റിസൈൻ ചെയ്ത് പോണ കാര്യം. എന്തിനാ ജോലി ഒഴിവാക്കണെന്നുള്ളത്, കല്യാണത്തിന് പോണ ഓക്കെ. കാര്യമല്ല. അപ്പൊ മനസ്സിലായി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊരു പുതിയൊരു വീട് എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇവിടുന്ന് താമസം മാറണം. അപ്പൊ എന്റെ ഈ ജോലി എനിക്ക് കണ്ടിന്യൂസ് ആയി പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ജോലി ഒഴിവാക്കി തരണം. ഇപ്പൊ പുതിയ സ്ഥലം ഒരുപാട് ദൂരെയാ? അതെ, ഒരുപാട് ദൂരെയാണ്. കാരണം ഇപ്പൊ ഞാൻ ജോലി ചെയ്തത് മലപ്പുറത്തു നിന്നാണല്ലോ. അപ്പൊ എനിക്ക് കോഴിക്കോട്ടേക്കാണ് പുതിയ വീട് വെച്ചത്. ഇതുവരെ ഞാൻ വേറെ വീട് എടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ എനിക്ക് സ്വന്തം വീടായത് കൊണ്ട് എനിക്ക് നിങ്ങളെ കമ്പനിയിൽ എനിക്ക് തുടരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എങ്ങനെയും കമ്പനി എനിക്ക് ഇന്ന് ഒഴിവാക്കി തരണം. കമ്പനീന്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ച് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അതിനൊക്കെ ഒത്തിരി ചെലവാണല്ലോ. നമുക്ക് സ്വന്തം വീടുണ്ടാവുന്നല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് ഒരുപാട് ക്യാഷ് വേണ്ട വാടകയ്ക്ക്. അപ്പം ട്രാൻസ്പോർട്ടേഷന്റെ ക്യാഷ് വേണമെങ്കിൽ അതും കൂടെ സാലറിയിൽ കൂട്ടിത്തരാം. ഇല്ല, അതൊക്കെ അതിപ്പോ കൂട്ടി തന്നാലും ഒരു 2000 ഒക്കെ കൂട്ടിത്തരാൻ കഴിയുള്ളൂ. അതുകൊണ്ടൊന്നും കഴിയൂല. കാരണം നമുക്ക് വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കും വേണം. അപ്പൊ പുതിയ വീട് വെച്ചതല്ലേ, അപ്പൊ അതിന് ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒത്തിരി ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു വീട് വെച്ചാൽ നമുക്ക് വാടക വീട് നമുക്ക് കഴിയൂല. ഒക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഇപ്പം ഒരു ജോലി ആവശ്യമില്ലതല്ലേ, അപ്പൊ പെട്ടെന്ന് ജോലി കളഞ്ഞു പോകുന്നത് കാട്ടിയും നല്ലതല്ലേ ഇവിടെ തന്നെ തുടരുന്നത്. അത് ശരിയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് വാടക ചെലവ് നല്ല റേറ്റ് ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു സ്വന്തം വീട് ആവുന്നതിലാണ് എനിക്ക് നല്ലത്. കാരണം ഒരുപാട് ക്യാഷ് വേണമല്ലോ. എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് വരെ തികയുന്നില്ല ഓരോ കാരണത്തിനും. ഒരുപാട് ചെലവുണ്ട്. അപ്പൊ വീട് വെക്കാൻ തന്നെ ഒരുപാട് ക്യാഷ് വേണം. ഞാൻ പുറത്തുനിന്നാണ് ഞാൻ എക്സ്ട്രാ ക്യാഷ് എടുത്തിട്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മളെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിൽ നിങ്ങളെ വീടിന്റെ അടുത്ത് സൗകര്യം ഉണ്ടോ എന്ന് നോക്കി പറയാം. ഇല്ല മാം, അവിടെ അടുത്തൊന്നും ഇല്ല. ഞാൻ നോക്കി, നല്ല ക്യാഷ് കിട്ടുന്നൊന്നുമില്ല. ഒരുപാട് അന്വേഷിച്ചു, ക്യാഷ് വളരെ കുറവാണ്. ഇല്ല, സാലറിയിൽ ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ സാലറി കൂട്ടിത്തരാം. ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, എത്ര കൂട്ടിത്തരും എന്നാണ് പറയുന്നത്? ഒരു 5000 കൂട്ടിത്തരാം. എന്നാലും കഴിയൂല. കാരണം എന്താണെന്ന് പറഞ്ഞില്ലേ, പുതിയ വീട് വെക്കാൻ തന്നെ അതിന് ഒരുപാട് ക്യാഷ് കൊടുക്കാണ്ട്. അപ്പൊ എനിക്ക് പുതിയ വീട് അവിടെ താമസിക്കണം തന്നെയാണ് എനിക്ക് നല്ലത്. കാരണം എനിക്ക് ഇതുകൊണ്ടൊന്നും മതിയാവൂല, തികയൂല. കുട്ടികളെ നോക്കണം, 2-3 കുട്ടികളുണ്ട്. ചെലവും കാര്യങ്ങളൊക്കെ നോക്കി വേണം. ഒന്നിനും കഴിയൂല. വാടക കൊടുക്കലും ജോലി ഉപേക്ഷിച്ച് പോകുമ്പം അതിനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അപ്പം വേറെ എന്തെങ്കിലും വഴി നോക്ക്. അങ്ങനെ പെട്ടെന്ന് ജോലി ഒഴിവാക്കി പോകുന്നതിനെക്കാട്ടും ഇല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒഴിഞ്ഞു പോകണം എന്നാണ്. കാരണം ഈ ജോലിയിൽ നിന്ന് എങ്ങനെയും പോകണം എന്നാണ്. കാരണം എനിക്ക് ഒരുപാട് ബസ്സിന് തന്നെ ഒരുപാട് ക്യാഷ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോ ബസ്സിന് കിട്ടണില്ല, ടൈമിങ്ങിന് കിട്ടുന്നില്ല. അപ്പൊ ഞാനൊരു വണ്ടിയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് തന്നെ വേണം. എനിക്ക് ഒരുപാട് നഷ്ടമാണ്. പിന്നെ വേറെ വഴിയൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോ എന്താ ചെയ്യാ? അപ്പൊ നിങ്ങൾ ഇത് ഒഴിവാക്കി തരാം ഓഫീസിന്. അങ്ങനെയാണെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് കൂടി നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഓക്കെ, സമ്മതിച്ചു. 5000 സാലറി കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഷഹന വേണ്ടാന്ന്. മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുന്നത് അതിനുള്ള 5000 റുപ്പീസ് ചെലവുണ്ടാണ്. അയ്മനാണെങ്കിൽ നിൽക്കും. 5000 കൂട്ടി കിട്ടി ഷഹന ഇറങ്ങിപ്പോയി. ഞാൻ നിൽക്കും. ഏത് കമ്പനിയിലെ ഒറ്റയടിക്ക് 5000 റുപ്യ കയറ്റി തരാ? ഷഹന ഇറങ്ങിപ്പോയോ? ഏത് കമ്പനി 5000 റുപ്യക്ക് ഒറ്റയടിക്ക് കൂട്ടി തരുക? അതാണ്ടോ നമ്മൾ നെജുമിനിസിന്റെ കമ്പനി ഒറ്റയടിക്ക് 5000 റുപ്യ കൂട്ടി തന്നിട്ട് ഷഹന വേണ്ടാന്ന്. അതല്ല, ഞാനിതൊരു സംഭവം കേൾക്കിയാലോ. മറ്റേ നമ്മള് ആ കമ്മ്യൂണിക്കേഷൻ സംസാരിച്ചില്ലേ, നമ്മളെ ഭാഗം അങ്ങനെ എനിക്ക് ശരിക്കും
കേൾക്കണില്ല അങ്ങനെ ഞാൻ കരുതി. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിലില്ലേ നമ്മുടെ ഭാഗം നമ്മള് ആ പരമാവധി ഇട്ട് അങ്ങനെ കൊടുക്കാതെ തന്നെ അങ്ങനെ. വേണ്ടത്, അങ്ങനെ തന്നെ വേണ്ട. ഞാൻ ജസ്റ്റ് തമാശ പറഞ്ഞു മാത്രല്ലേ. 5000 റുപ്യ എന്ന് പറഞ്ഞപ്പോഴും കൂടി ഷഹന അടുത്തിലേക്ക് വേണ്ട, ഞാൻ പോവുക, എനിക്ക് നിങ്ങളെ ജോലിയെ വേണ്ട. അതിന്റെ ഇടയ്ക്ക് കൂടെ പറഞ്ഞോ എനിക്ക് എങ്ങനെയും ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയെന്ന്. ഒഴിവാക്കി അതല്ല ആ മാം നമ്മൾ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് പോണ രീതിയിൽ പറയിപ്പിക്കണം എന്നല്ലേ, അതല്ലേ മാം ഉദ്ദേശിച്ചത്? അതായത് ഇപ്പൊ ഒരു കമ്പനി നമ്മൾ ഇറങ്ങാൻ റീസൺ ഉണ്ടാവും. ചില കമ്പനീസ് നമുക്ക് അതിന് റീസൺ നമുക്ക് എന്തെങ്കിലും നമുക്ക് നമ്മളെ റീസൺ അറിഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ചിലരവിടെ നിൽക്കും. ചിലർക്ക് പിന്നെ എന്തെങ്കിലും നെഗും കാര്യങ്ങളൊക്കെ അടിച്ച് തോന്നിയ പിന്നെ ഇനി എന്തൊക്കെ സൊല്യൂഷൻസ് കിട്ടിയാലും ചില എംപ്ലോയീസ് എന്ത് ചെയ്യില്ല, അവിടെ തുടരില്ല അല്ലെ. അപ്പൊ നമ്മൾ തുടരുകയാണോ വേണ്ടത് അതോ അത് നമ്മുടെ അതെന്താണ്? ഇഷ്ടം, അതാണ് അത് നമ്മുടെ ഇഷ്ടം. ഓക്കെ മറിയം, മറിയം മാം ചോദിച്ചോളൂ. മറിയം പോയോ? മറിയത്തിന് നെറ്റ് പോയതാ, സ്റ്റക്ക് അല്ലേ മറിയം? രണ്ട് മറിയം. ആഹാ മറിയം ചോദിച്ചോളൂ. ഞാനും അറിയാണേ. സൗണ്ട് കുറവുണ്ടോ? ഇല്ല കേക്കാം. എനിക്ക് സൗണ്ട് കുറവായിട്ട് ഫീൽ ചെയ്യാം. ഞാൻ സംസാരിക്കുന്ന സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങക്ക്? ഇല്ല ഇല്ല. എനിക്ക് കേക്കില്ല. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്തോട്ടെ. എടാ നിങ്ങക്ക് ക്ലാസ് ഒക്കെ വേഗം മനസ്സിലാവുന്നല്ലേ? ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇനിയിപ്പോ അക്കൗണ്ട്സും ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ, അതുകൊണ്ട് ചോദിക്കാനേ. വേണ്ടാന്നുണ്ടോ? ഞാൻ അക്കൗണ്ടിങ് പ്രാക്ടിക്കൽ ആയിട്ടാവൂലേ? നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ ഉണ്ടാവുക, ചെയ്ത് പഠിക്കാനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. മൊത്തത്തിൽ എല്ലാം കൂടിയാ? എക്സാം നമുക്ക് ലാസ്റ്റ് എക്സാം നമുക്ക് ഒരുമിച്ചാണ് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോ കേറിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഞാൻ കേറിയിട്ട് ഇപ്പോ 3 months ആയിട്ടുള്ളൂ. ഇപ്പോ മുന്നേ ഇങ്ങനെ എക്സാം നടത്തിയെന്നുള്ള വലിയ ഐഡിയ എനിക്കില്ല. അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും ഞാൻ മാമിനോട് ചോദിച്ചിട്ട് ശ്രീജിത്ത് മാമിനോട് ചോദിച്ചിട്ട് പറയാട്ടോ. എക്സാമും ആണോ അതോ ഒന്നിച്ചാണോ? ഇത് എന്താടാ എങ്ങനെയാണ് ഇതിന്റെ എക്സാം? എക്സാം? ഈ എക്സാം ഉണ്ടല്ലോ ഓരോന്നായിട്ടാണോ അതോ എല്ലാതും ഒന്നിച്ചാണോ ഈ എക്സാം? സെപ്പറേറ്റ് ആണെന്നാ തോന്നുന്നത്. നമുക്ക് ലൈവിലായിരിക്കും എക്സാം ഉണ്ടാവുക. സെപ്പറേറ്റ് ആണ്. എന്റെ താത്ത പഠിച്ചിരുന്നു, അപ്പൊ ഓള് പറഞ്ഞു. സെപ്പറേറ്റ് അല്ലേ? അതൊക്കെ തന്നെ അതോ ചെയ്യൊന്നും വേണ്ട? ഓരോ ക്യാഷ് ബുക്കുകൾ ഉണ്ടാവുമല്ലോ നമുക്ക് നമുക്ക് അങ്ങനെ ഡീപ്പായിട്ട് പഠിക്കൊന്നുമില്ലടാ. നമ്മളിവിടെ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് എന്താ ജസ്റ്റ് ഒരു ഓഫീസിൽ പോയാൽ നമുക്ക് അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വയ്ക്കണം. അക്കൗണ്ടിങ്ങില് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാര്യങ്ങള്, പിന്നെ ട്രാൻസാക്ഷൻ കാര്യങ്ങള്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയതും മാതിരി തന്നെയാണോ അക്കൗണ്ടൻസ്? ഓക്കെ അപ്പൊ എന്നാ മറിയം. എനിക്ക് എന്റെ ഫോണിന്റെ പ്രശ്നമാണ് തോന്നുന്നുണ്ട്. നിങ്ങളെ സൗണ്ടൊക്കെ ഭയങ്കര ലോ. ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടല്ലേ? ഓക്കെ ഓക്കെ മഞ്ജിമ, നിങ്ങള് റിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടല്ലോ? അതെ, റെസിഗ്നേഷൻ ഇട്ടിട്ടുണ്ട് ഞാൻ. എന്തായാലും ഒരു 2 weeks ഞാൻ ഇവിടെ ഉണ്ടാവും. 2 weeks കഴിഞ്ഞാൽ എനിക്ക് പോകണം. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി. എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? റീസൺ എന്താണെന്ന് വെച്ചാൽ 2 reasons ആണ് ഉള്ളത്. ഒന്നാമത് ഞാനിവിടെ ഒരുപാട് വർക്ക്സ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ ടാസ്ക് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. പക്ഷേ സാലറി ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ എൻ്റെ അതേ രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് എന്നെക്കാൾ അത്യാവശ്യം നല്ല സാലറി കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്റ്റഡീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. പിന്നെ MBA ചെയ്യാനാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പോൾ അതിനാണെന്നുണ്ടെങ്കിലും എനിക്ക് ഈ വർക്കിൻ്റെ കൂടെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റെസിഗ്നേഷൻ ഇടുന്നത്. കുറെ കാരണങ്ങളുണ്ടല്ലോ. അതെ, സാലറി പ്രശ്നമാണോ? ഇപ്പൊ എത്ര സാലറി ഉള്ളത്? എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ആകെ 18 കിട്ടുന്നുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ അക്കൗണ്ടിങ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റാഫുകളുടെ കാര്യങ്ങൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അപ്പോൾ അതേപോലെ എൻ്റെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അക്കൗണ്ടന്റിന് മാത്രം പല കമ്പനികളിൽ 25-30 സാലറി ഉണ്ട്. അപ്പോൾ അത്രയും മൾട്ടിപ്പിൾ ടാസ്കും കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് 80K കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതെനിക്കൊരു ഇതല്ലേ. അപ്പോൾ അത് സാലറി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അത് പ്രശ്നമില്ല കേട്ടോ. മഞ്ജിമ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അതിൻ്റെതായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും. സാലറി ഞങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂട്ടി തരാൻ പറ്റും. ഇത് എത്ര വേണ്ടിയെന്ന് ഒരു ലെറ്ററിൽ എഴുതി തന്നാൽ മതി. അതാ മാം, ഞാൻ പറഞ്ഞു സാലറി മാത്രമല്ല, ഞാനിപ്പോൾ MBA പഠിക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പഠിക്കുകയാണെന്നെങ്കിലും വർക്കിൻ്റെ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് പഠിത്തത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഓൺലൈനായിട്ട് പറ്റില്ലേ? ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഇഗ്നോയിൽ നോക്കിയിട്ടൊക്കെ ഉണ്ട് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ. പക്ഷേ ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് രാത്രി വർക്ക് കഴിഞ്ഞ് രാത്രി ഞാൻ എത്തുന്ന സമയം 8 മണിയാണോ വീട്ടിലേക്ക്. അപ്പോൾ 8 മണി മുതൽ പിന്നെ എനിക്ക് ആകെ കുറച്ച് സമയം എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനിടെ കൂടെ ക്ലാസ്സും പഠിത്തവും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകുന്നുണ്ട്. രാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വരും വേണം. ഇങ്ങനെ പഠിക്കുന്നതിനോട് കൂടെ ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? മാം പറഞ്ഞു ശരിയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ കൊണ്ട് കഴിയില്ല. ഹെൽത്തും കൂടി നമ്മൾ നോക്കണ്ടേ. നമ്മളിപ്പോൾ വർക്കും അതിൻ്റെ കൂടെ സ്റ്റഡീസും കൂടി ആയിട്ട് ഓൾറെഡി ഹെൽത്ത് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ഹെൽത്തും കൂടിയും പോയി കിട്ടിയാൽ. ഓക്കെ, ഞങ്ങളേതായാലും മഞ്ജിമക്ക് ഒരു 5,000 സാലറി ഇൻക്രീസും ചെയ്യും. പ്ലസ് ഒരു ബെനിഫിറ്റ്സ്, അതായത് ഹെൽത്ത് ഇൻഷുറൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓക്കെ അല്ല പോണം തന്നെയാണ് എങ്കിൽ പോവാം, അല്ല ഇവിടെ നിൽക്കണം തന്നെ. എനിക്ക് ഇവിടുത്തെ കമ്പനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇടങ്ങാണ്. സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെൻ്റെ സ്റ്റഡീസിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ മാരേജ് വരുന്നുണ്ട്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്തേക്കൊക്കെ പോകും. അപ്പോൾ എനിക്ക് സ്റ്റഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മെയിനായിട്ട് റീസൺ. അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളെ ഇഷ്ടം ചെയ്തോളൂ. എനിവേ ആള് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാവരും സന്തോഷം. താങ്ക് യു മാം, താങ്ക് യു. കുറച്ചു നേരം എൻ്റെ മാം ആയാലേ മറിയ. അതെ, ഷഹന പുറപ്പെട്ടു. ഷഹന പോവാൻ റെഡി. ക്ലാസ് കഴിയാനായിട്ട് നോക്കിക്കുക. കുട്ടിനെ കൊണ്ടുവരാണ്ട്. അല്ല, ഞാൻ കഴിഞ്ഞിട്ട് പോവുള്ളൂ. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ടേ പോവുള്ളൂ. അപ്പോ ഏകദേശം കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരാളെ എങ്ങനെ പിടിച്ചു നിർത്തണം എന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെ ഒരു പോകണമെന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് മനസ്സിലായി ഏകദേശം. ഞാൻ നാളെ വേറെ നല്ലൊരു ടാസ്ക് ആയിട്ട് വരാം. അത് ഒരു രസമല്ലേ ഇങ്ങനത്തെ ടാസ്ക് ചെയ്യാനേ. കമ്മ്യൂണിക്കേഷനിൽ വെറും ടാസ്ക് ആയിരുന്നു അല്ലേ? ഓക്കെ, തസ്നീമ പാട്ട് പാടിത്തരാണ്ട് അന്ന് മുങ്ങിയതാ. പിന്നെ പാടി തന്നില്ല അല്ലേ? പാട്ടൊക്കെ പഠിച്ചിട്ട് അൺമ്യൂട്ടാക്കി പറയും. ഐമൻ പാടിത്തരും. ഐമൻ ഉണ്ടല്ലോ. തസ്ലീമ അടുത്ത ക്ലാസ്സിൽ പാട്. ഞാൻ കൊറേ പാടിയതാണ്. അതെ, തസ്ലീമ എന്നോട് പറഞ്ഞൂലേ നാളേക്ക് ഞാൻ പഠിച്ചിട്ട് വരാന്ന് പറഞ്ഞു. എല്ലാരും സാക്ഷിയല്ലേ? നല്ല പാടുന്നതിനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കറിയാം എന്നെ പാട്ട് എങ്ങനെയാണെന്ന്. അപ്പൊ നമ്മള് മറ്റുള്ളവരോടും കൂടി വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ തസ്ലീമിന്റെ എനിക്കറിയില്ല. ഇവർക്ക് അറിയും, പക്ഷെ എനിക്കറിയില്ല തസ്ലീമിന്റെ പാട്ട് എങ്ങനെയാണല്ലോ. അപ്പൊ ഞാനൊന്ന് കേക്കട്ടെ, ഒന്ന് പാടാ.
ഒരു മിനിറ്റ്. ഓക്കെ. പാടൂ. പാടൂന്നേ അമറക് അന്തോണി. എങ്ങനെയുണ്ട് ക്ലാസ്സിന് ഇവിടെ ചേർന്നിട്ട്? എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ഓക്കെയാ? ഓ ഓക്കെയാണ്. എങ്ങനെയുണ്ട് ബാക്കിയുള്ള 2 ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാ? ഓക്കെ, എല്ലാരും ഓക്കെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലേ ക്ലാസ് ഒക്കെ എടുക്കുന്നത്? ഓ എല്ലാരും നല്ല കമ്പനി അല്ലേ ക്ലാസ് എടുക്കുന്ന സമയത്ത്? ആ തസ്നീമ പോയോ? തസ്നീമ പാട്ട് ഏതാന്ന് ഓർക്കാണ്. ഒരു പാട്ട് ഓർമ്മയില്ല. കൊറേ പാട്ടുകൾ ആളുടെ കയ്യിൽ ലിസ്റ്റിലുണ്ട്. അപ്പൊ അതിൽ ഏത് പാടുന്ന ടെൻഷനിലാണ് ആള്. ഒരു പാട്ട് ആരെ ഒന്ന് പറഞ്ഞു തന്നാലും 2 വരി ഞാൻ പാടാം. എനിക്ക് കാരണം ടെൻഷൻ കൊണ്ട് അറിയില്ല, പാട്ടൊന്നും ഓർമ്മയില്ല. ഷാനൊരു പാട്ട് കേട്ടെ. മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട് അറിയാം. എന്നാ പഠിക്കോ? ഉമ്മാനെ മറന്ന് നിന്നുടെ കൂടെ വരാൻ ഞാനില്ല, നിന്നെ പിരിഞ്ഞ് ഇനിയൊരു ജീവിതം തുടരാനാവില്ല. ഉമ്മാനെ മറന്ന് നിന്നുടെ കൂടെ വരാൻ ഞാനില്ല, നിന്നെ പിരിഞ്ഞ് ഇനിയൊരു ജീവിതം തുടരാനാവില്ല. ആ 2 ലൈൻ അറിയുള്ളൂ. അത്ര അതല്ല, അത് അറിയുള്ളൂ. ഞാൻ എവിടുന്നോ എടുത്ത് കിട്ടിയതാ. ഇതാണ് ഈ വ്യക്തിയാണ് എനിക്ക് പാടാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നത്. പാടാൻ ഞാനും പാടാൻ നമ്മള് പാടും. പാട്ട് കേൾക്കുമ്പോ ഞാനും മോളും ഒക്കെ അങ്ങനെ പാടും. പക്ഷെ കഴിവുണ്ട് അങ്ങനൊന്നും പറയാനില്ല. ഞാൻ കേൾക്കുമ്പോ പാടും. കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പാടിയില്ലേ? ഏത് പാട്ടായാലും കൂടെ പാടാൻ നല്ല ഇഷ്ടമാണ് കേൾക്കുമ്പോ. പാട്ട് കേൾക്കാനും കൂടെ പാടാനും ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളില് ചെറിയ രീതിയിലെങ്കിലും പാടാൻ അറിയുന്ന ഒരു കഴിവുണ്ടാവും. അത് ടെൻഷൻ കാരണം ഒന്നും അറിയില്ല, ഓർമ്മയില്ല. പാടാൻ എല്ലാം മാപ്പിളപ്പാട്ടും ഇങ്ങനെ ആയിരുന്നു പാടുന്നതാണ്. ഓർമ്മയില്ല. ഇപ്പൊ ഉള്ളത് ഓർമ്മ ആയത് പാടിയത്. നല്ല നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിഷ്ടായി. താങ്ക് യു. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് മനസ്സിലായില്ലടാ നിങ്ങൾക്ക് എല്ലാവർക്കും? ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, എന്നാ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശരി കേട്ടോ, നാളെ കാണാം. ബൈ. താങ്ക് യു. വെൽക്കം.